ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു യാത്രാനുഭവമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല അല്ലേ? എല്ലാ ആളുകൾക്കും ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകുന്നവരുണ്ടാകും. അതുപോലെ അമ്പല കമ്മിറ്റിക്കാർ പല പല ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പോൾ ടൂർ പാക്കേജുകളൊക്കെ ഏർപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് വിവിധ തരം ടൂർ പാക്കേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ആർക്കും അത് നല്ല രീതിയിലൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലവഴിക്കാനും കഴിയും എന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ സങ്കീർണമായ കാലഘട്ടത്തിൽ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഓരോ യാത്ര എന്ന് പറയുന്നത് ഓരോ അനുഭവങ്ങളാണ്. ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവിധ സംസ്കാരങ്ങളുടെ വിവിധ ക്ഷേത്ര സംസ്കാരങ്ങളുടെ ഒരു കലവറയാണ് എന്ന് പറയാം. ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു വൈശിഷ്ട്യവും വൈവിധ്യവും നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. മാത്രമല്ല നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ ചുറ്റും നമ്മളറിയാത്ത കാണാത്ത എത്രയെത്ര അത്ഭുതങ്ങളും എത്രയെത്ര കാഴ്ചകളുമാണുള്ളതെന്ന്. അതനുസരിച്ച് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എനിക്ക് രാമേശ്വരം യാത്രയിലെ രാമേശ്വരം ക്ഷേത്രത്തിലെ 22 കിണർ സ്നാനം, അതിലെ അത്ഭുതങ്ങളും അതിൻ്റെ വൈശിഷ്ട്യവും അതൊക്കെ നിങ്ങൾക്ക് മുന്നിലൊന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം 22 കിണർ സ്നാനം എന്ന് പറയുന്നത് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ തീർത്ഥം തളിക്കലാണെന്നോ അതോ നമുക്ക് അതിലും ഈ കുളങ്ങളെന്ന് പറയുന്നത് നമുക്കിങ്ങനെ മുങ്ങേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആശങ്കകൾ മനസ്സിലുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് 22 കിണർ എന്ന് പറയുന്നത് 22 കുണ്ടുകളാണ്, ചെറിയ ചെറിയ കുണ്ടുകൾ. അതാണ് തീർത്ഥക്കിണർ എന്നറിയപ്പെടുന്നത്. ഈ 22 കിണറുകളും ഓരോ അമ്പുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് രാമരാവണ യുദ്ധത്തിൽ 22 അമ്പുകളാണത്രേ ശ്രീരാമൻ ഉപയോഗിച്ചത്. അപ്പോൾ ഓരോ കുളവും ഓരോ അമ്പുകളാണ് എന്നാണ് സങ്കല്പം. എല്ലാറ്റിനും ചുറ്റുമതിലുണ്ട്. വളരെ വിസ്തീർണമുള്ള ഒരു ഭാഗമാണ്. അതിൽ 22 കിണറുകൾ, 3 കിണറുകൾ അടുപ്പിച്ച് കണ്ടു. ചെറിയ ചെറിയ തീർത്ഥക്കുണ്ടുകളാണ് കേട്ടോ. ഓരോ കുളത്തിനും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, മൂല്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ കുളങ്ങൾ എങ്ങനെ ഉണ്ടായി? അപ്പോൾ ശ്രീരാമ രാവണവധം കഴിഞ്ഞ് വളരെയധികം കുറ്റബോധത്തിലിങ്ങനെ ഇരിക്കുകയാണ്. ഒന്നാമത് രാവണൻ ബ്രാഹ്മണനാണ്. മാത്രമല്ല ശിവഭഗവാന്റെ വലിയ ഭക്തനുമായിരുന്നു രാവണൻ. ബ്രാഹ്മണഹത്യ എന്ന പാപത്തിൽ നിന്നും എങ്ങനെ മുക്തനാകാം, അതിനെന്താണ് വഴി എന്നൊക്കെ ആലോചിച്ച് ശ്രീരാമദേവൻ വളരെയധികം ദുഃഖിതനായി. അങ്ങനെ ശ്രീരാമൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് വരുണഭഗവാൻ, സമുദ്രത്തിൻ്റെ ദേവനാണല്ലോ വരുണഭഗവാൻ, വരുണഭഗവാൻ നിർമ്മിച്ചതാണത്രേ ഈ 22 കിണറുകൾ. അപ്പോൾ 22 അമ്പുകൾ ഉപയോഗിച്ചിട്ടാണല്ലോ യുദ്ധത്തിൽ 22 അമ്പുകളാണല്ലോ ശ്രീരാമൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് 22 കിണറുകളുണ്ടാക്കി, തീർത്ഥ കിണറുകളുണ്ടാക്കി, അതിൽ സ്നാനം ചെയ്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്ന് ശുദ്ധീകരിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് 22 കിണറുകൾ ഇങ്ങനെ പ്രത്യേകം നിർമ്മിച്ചത്. അപ്പോൾ അഗ്നിതീർത്ഥം എന്ന് പറയുന്നതാണ് ആദ്യത്തെ തീർത്ഥക്കുളം. അത് ഈ മറ്റ് 22 കുളങ്ങളെ പോലെ ചെറുതല്ല. അഗ്നിതീർത്ഥം ഇത്തിരി വലുതാണ്. രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് അഗ്നിതീർത്ഥത്തിൽ മുങ്ങണമെന്നാണ് പറയുന്നത്. പാപമുക്തിക്ക് വേണ്ടിയാണ് എല്ലാ തീർത്ഥക്കുളങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അഗ്നിതീർത്ഥമാണ് ഏറ്റവും ആദ്യം നമ്മൾ മുങ്ങേണ്ടത്. അവിടെ സ്നാനം ചെയ്ത് പിതൃപൂജ നടത്തണം. അത് നല്ല പുണ്യമായിട്ട് അറിയപ്പെടുന്ന പ്രധാന ചടങ്ങാണ് രാമേശ്വരത്തെ ബലിതർപ്പണം. അപ്പോൾ 3 തലമുറയ്ക്കുള്ള തർപ്പണമാണ് നടക്കുന്നത്. ആദ്യം ഈ ഭക്തരുടെ ആയുരാരോഗ്യ പൂജയും അത് കഴിഞ്ഞിട്ട് ഈ 3 തലമുറയ്ക്കുള്ള ബലിതർപ്പണവുമാണ് നടക്കുന്നത്. ഈ അഗ്നിതീർത്ഥത്തിൽ മുങ്ങിയതിന് ശേഷം മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. രാമേശ്വരത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭഗവാനാണ്.
രാമനും സീതയും മണൽ കൊണ്ട് ശിവലിംഗം നിർമ്മിച്ചു. പിന്നീട് അത് ചിരപ്രതിഷ്ഠയായിട്ട് മാറി എന്നാണ് ക്ഷേത്രചരിത്രം. ഇനി 22 തീർത്ഥങ്ങളുടെ പേരുകളും അതിൻ്റെ സ്നാന ലക്ഷ്യങ്ങളും നമുക്ക് നോക്കാം. എല്ലാ കുളങ്ങളും ഉദ്ദേശിക്കുന്നത് ഒരേ ലക്ഷ്യമാണ്, നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശുദ്ധീകരണം, പാപമുക്തി. ഇതെല്ലാമാണ് ഓരോ കുളങ്ങളും ഉദ്ദേശിക്കുന്നത്. ഇനി കുളങ്ങളുടെ പേരുകൾ ഞാനൊന്ന് പറയാം. മഹാലക്ഷ്മി തീർത്ഥം, അത് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ട് നമ്മൾ മുങ്ങുന്നതാണ് മഹാലക്ഷ്മി തീർത്ഥം. സാവിത്രി തീർത്ഥം, അത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും അതുപോലെ ആകുലതകളും ഒക്കെ അകറ്റുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗായത്രി തീർത്ഥം എന്ന് പറയുന്നത് സമാധാനം കൈവരുത്തുന്ന ഒരു തീർത്ഥക്കുളമാണ്. സരസ്വതി തീർത്ഥം അറിവും ബുദ്ധിയും വർദ്ധിപ്പിക്കാൻ. സേതുമാധവ തീർത്ഥം നമുക്ക് സ്വാതന്ത്ര്യബോധം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഗന്ധമാദന തീർത്ഥം എന്ന് പറയുന്നതാണ് ഒരു ശുദ്ധീകരണം തന്നെ. എല്ലാ കുളങ്ങളും ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശുദ്ധീകരണം, പാപമുക്തി, ഇതെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. ഈ 6 കുളങ്ങളും കുണ്ടുകൾ എന്നാണ് പറയപ്പെടുന്നത്. ചെറിയ ചെറിയ കുളങ്ങളാണ് കേട്ടോ, എല്ലാറ്റിനും ചുറ്റുമതിലൊക്കെ ആയിട്ട്. ഈ 6 കുളങ്ങൾ പ്രത്യേകമായിട്ട് ഇത്തരം കാര്യങ്ങൾ, സ്നാന ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രം. എല്ലാം അടിസ്ഥാനപരമായിട്ട് പാപമുക്തി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 7ാമത്തെയാണ് ബ്രഹ്മഹാദി. 8 ഗംഗാതീർത്ഥം, യമുനാതീർത്ഥം, ശംഖുതീർത്ഥം, ഗയാതീർത്ഥം, സക്കാരതീർത്ഥം, സർവതീർത്ഥം, ശിവതീർത്ഥം, നളതീർത്ഥം, സാദ്യാമാമൃത തീർത്ഥം, നിളതീർത്ഥം, സൂര്യതീർത്ഥം, കാവ്യതീർത്ഥം, ചന്ദ്രതീർത്ഥം, കവചതീർത്ഥം, കോടിതീർത്ഥം. അതിൽ കോടിതീർത്ഥം ഏറ്റവും പ്രധാനമാണെന്നാണ് പറയപ്പെടുന്നത്. അത് വിഗ്രഹം കഴുകിയ വെള്ളമുണ്ടല്ലോ, വിഗ്രഹം സ്നാനം ചെയ്തിട്ടുള്ള വെള്ളം നമ്മൾ ഈ കോടിതീർത്ഥത്തിൽ മുങ്ങിയ ശേഷം ഈ വിഗ്രഹം സ്നാനം ചെയ്ത വെള്ളം നമ്മൾ കുടിക്കണം കുറച്ച്. അതുമാത്രമല്ല, ഈ തീർത്ഥക്കുളങ്ങളിലെ വെള്ളത്തിന് 3 രസങ്ങളാണ് ഞാൻ അനുഭവിച്ചത്. 1 ഉപ്പുരസം, 2 മധുരമുണ്ട്. ഏതോ കുളത്തിൻ്റെ അവിടെ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം നമ്മുടെ തലയിലേക്ക് ഒഴിച്ചപ്പോൾ ഒരു മധുരം ഫീൽ ചെയ്തു ചെറുതായിട്ട്. പിന്നെ ഇളം ചൂടുള്ള വെള്ളം. ഇങ്ങനെ 3 രസങ്ങളാണ് അതിൽ അനുഭവിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ തീർത്ഥകുളങ്ങളെക്കുറിച്ചൊരു യാതൊരു ഐഡിയ ഇല്ലാതെ അവിടെ നമ്മളിത് അനുഭവിച്ചപ്പോൾ നമുക്ക് വളരെയധികം ഒരു സന്തോഷവും. പിന്നെ സാധാരണ ആളുകൾ വിചാരിക്കും ഇങ്ങനെ ഓരോ ബക്കറ്റ് വെള്ളം ഇങ്ങനെ തലയിൽ കൂടെ, തീർത്ഥമല്ല, പുണ്യാഹമല്ല, അങ്ങനെ തീർത്ഥം തളിക്കല്ല ചെയ്യുന്നതേ, ഇങ്ങനെ ഓരോ ബക്കറ്റ് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുകയാണ്. അപ്പം നമുക്ക് അത് സംബന്ധിച്ച് ഒരു നീരിറക്കമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിലെ ഒരു അത്ഭുതവും അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രവും ഒക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്കറിയാൻ പറ്റാത്ത, നമുക്ക് നിർവചിക്കാൻ പോലും ആവാത്ത എന്തെല്ലാം അത്ഭുതങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് വളരെയധികം സന്തോഷമോ എന്തൊക്കെയോ തോന്നി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ തീർത്ഥക്കുളങ്ങളെക്കുറിച്ച്, ഈ 22 കിണർ സ്നാനം എന്ന് പറയുമ്പോൾ അതിൽ മുങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ കുളത്തിൻ്റെ അതിൽ കൂടെ പോകുന്നു, സൈഡിൽ കൂടെ പോകുന്നു. ഇവർ ഓരോ ബക്കറ്റ് വെള്ളം എടുത്ത് നമ്മൾ അതിൽ സ്നാനം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പാപമുക്തി നേടുന്നു. ഇങ്ങനെയൊക്കെയാണ് സങ്കല്പം. അപ്പോൾ എല്ലാവർക്കും ഈ തീർത്ഥ കുളങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഏതാണ്ടൊരു ആശയമൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ.